മക്ക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയുന്നത് പോലെ ഏറ്റവും മഹത്തരമായ മണ്ണ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുമ്പോൾ ഹിജ്റ വേളയിൽ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ മക്കയുടെ പ്രാന്തങ്ങളെ, മക്കയുടെ പ്രദേശങ്ങളെ അതുകൊണ്ട് യാത്ര പറയുകയാണ് എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ തൻ്റെ യാത്രാമൃഗത്തെ പിടിച്ചു നിർത്തി മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വൈകാരികമായൊരു വിട ചോദിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. വല്ലാഹി ഇന്നക്കി ലഖൈറു അർദില്ലാഹ്, അള്ളാഹുവിനെ സത്യം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥലം ഏറ്റവും ഉന്നതമായ ഇടം നീ തന്നെയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് തന്നെ തൻ്റെ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അതും മക്കയാണ് എന്നാണ്. മാത്രമല്ല മക്കയിൽ ഒരിക്കലും ദജ്ജാൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പരിശുദ്ധ മക്കയിൽ നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറാമിന് വലിയ മഹത്വമുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം അത് മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ സ്വലാത്തും ഫി മസ്ജിദുൽ ഹറാം അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫിമാ സിവാഹു, മസ്ജിദുൽ ഹറാമിലെ ഒരു നമസ്കാരത്തിന് മറ്റിടങ്ങളിലെ 1,00,000 നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. നമ്മളെ പള്ളിയിൽ വട്ടത്തൂരി നമ്മൾ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന പുണ്യം മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിനുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇടം കാണാനും അവിടെ എത്താനുമുള്ള കൊതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ പള്ളിയും ഇതേപോലെ തന്നെ വലിയ പ്രാധാന്യത്തോടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇനി നമുക്ക് കഅബാലയം എടുത്തു കഴിഞ്ഞാൽ കഅബാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന് മഖാമു ഇബ്രാഹിം എന്നതാണ്. മഖാമു ഇബ്രാഹിം എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ കല്ലുവെക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന സ്ഥലത്തിനാണ് പറയാം. അതിനുവേണ്ടി ഉപയോഗിച്ച ആ സ്പേസിനാണ് പറയാം. ഇസ്മായിൽ അലൈഹി സ്വലാം കല്ലുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുകയുമാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് ഖുർആനിന്റെ പ്രയോഗം ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. മഖാമു ഇബ്രാഹിം അവിടെ നിലനിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ തന്നെ നടത്തിയ പ്രയോഗമുണ്ട്. അപ്പോൾ ഈ മഖാമ് എന്നുള്ളത് പൊതുവെ നമ്മളെ നാട്ടിൽ ഖാമ യഖൂമു മഖാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം എന്നാ പറയാം. മഖാം നിൽക്കുന്ന സ്ഥലം എന്നാണ് പറയാം. നമ്മളെ നാട്ടിൽ കിടക്കുന്ന സ്ഥലത്തിനാണ് മഖാമ് എന്ന് പറയാം. മഖാമ് എന്ന് സാധാരണ ആളുകൾ പറയൽ ഏതെങ്കിലുമൊക്കെ മഹാന്റെ ഖബറിടവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അമാ ഖൗലു ബഅദിന്നാസ്, എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ന ഫീഹി അംവാതൻ വ ഇന്ന ഇബ്രാഹിമ മദ്ഫൂനുൻ ഫീഹി, അതിൽ ആരൊക്കെയോ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഈ ഹിജ്ർ ഇസ്മായിലും മഖാം ഇബ്രാഹിം ഒക്കെ അതെന്താണ്, ആരൊക്കെയോ മരിച്ചു കിടക്കുന്ന സ്ഥലമാണെന്ന് ചില സാധുക്കൾ പറയുന്നുണ്ട്. ഔ മ അഷ്ബഹ ദാലിക്, അല്ലെങ്കിൽ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഫഹാദ കുല്ലുഹു ബാത്തിലുൻ, ഇതെല്ലാം നിരർത്ഥകമായ വാദങ്ങളാണ്. ലൈസ ഫീഹി അംവാത്, അതിൽ ഒരാളും മരിച്ചു കിടക്കണില്ല. ലാ ഇസ്മായിൽ വലാ ഗൈറു, ഇസ്മായിൽ നബിയും അല്ലാത്തവരോട് മരിച്ചു കിടക്കണില്ല. ഹാദാ മിൻ ഖുറാഫാത്തിൽ ഇസ്രാഈലിയാത്ത്, ഇത് ഇസ്രായേലി ഖുറാഫാത്തുകളാണ്, കെട്ടുകഥകളാണ്, അടിസ്ഥാനമില്ലാത്ത അതര വ്യായാമങ്ങളാണോ. ബഅദ് തവാരീഖ് അല്ലത്തി ലാ യുഅ്തമദു അലൈഹ, ചില ചരിത്രങ്ങൾ അങ്ങനെ ആരൊക്കെയോ എഴുതിക്കൂട്ടി ചുറ്റിക്കട്ടി ഉണ്ടാക്കി വന്നതുണ്ട്, അതിന് യാതൊരു അടിത്തറയുമില്ല. ഫൽ ഹിജ്റു ലൈസ ഫീഹി അംവാത്, ഹിജ്ർ ഇസ്മായിലും അങ്ങനെ തന്നെയാണ്, അതിലും ആരും മരിച്ചു കിടക്കണില്ല. വൽ മസ്ജിദു ലൈസ ഫീഹി അംവാതുൻ, ആ പള്ളിയിൽ എവിടെയും ഒരാളെയും അടക്കം ചെയ്തിട്ടില്ല എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മഖാമു ഇബ്രാഹിമിന് എന്നാൽ മഹത്വമുണ്ട്. മഖാമു ഇബ്രാഹിമിന്റെ മഹത്വം എന്താണ്? മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്നായത്ത് വന്നു. നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മഖാമിൽ നിസ്കരിക്കുക എന്ന്. ഇതൊക്കെ ചരിത്രമാണ്. നമ്മളിങ്ങനെ ചിലപ്പോൾ അവിടെയൊക്കെ പോയി ആരാധനകൾ നിർവഹിച്ചു വന്നവരോ ഒക്കെ അവരൊന്നും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സ്വഹാബത്ത് വരികയാണ്, വന്നിട്ട് ആവശ്യപ്പെടാണ് നബിയെ ഞങ്ങൾക്ക് മഖാമു ഇബ്രാഹിമിൽ നിസ്കരിക്കണം, ഞങ്ങൾക്ക് മഖാം ഓർക്കണ് പോയി നിസ്കരിച്ച പോരെ. പക്ഷെ അത് മഖാമു ഇബ്രാഹിം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം നിർമ്മിക്കാൻ വേണ്ടി നിന്ന ഇടം, ആ ഉയർന്ന കല്ലുകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി നിന്ന ഇടം എന്നുള്ള നിലക്ക്
അവിടെ അവര് ഒരു പ്രാധാന്യം കൽപ്പിക്കണതിന് മുമ്പ് പ്രവാചകനോട് പോയി പറഞ്ഞു. പ്രവാചകൻ അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ നിസ്കരിച്ചോളി എന്നല്ല. ആയത്ത് ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഖാമിനെ നമസ്കാരത്തിന്റെ ഇടമാക്കിക്കോളൂ എന്ന കൽപ്പന വന്നപ്പോഴാണ് മുസ്ലിം ലോകം അത് അനുഷ്ഠിച്ചു തുടങ്ങിയത്. നല്ല കാര്യമല്ലേ, പുണ്യകർമ്മല്ലേ, സൽക്കർമ്മല്ലേ, എന്താ ഇപ്പം ചെയ്താലെന്നാണ് ആളുകൾ വിചാരിക്കുക. അവിടെ എന്താ, അവിടെ അന്നദാനല്ലേ നടക്കണത്, അതിപ്പോൾ എന്താ വാപ്പാന്റെ മൂന്നിൻ്റെ അന്നാണെങ്കിലും അവിടെ കുറച്ച് അമലുസ്വാലിഹാത്ത് നടക്കണില്ലെന്നാ ചിന്തിക്കുക. ഞാൻ ഇന്നലെ എൻ്റെ ഖുത്ബ കേട്ട ആളുകൾക്കറിയാം, നമ്മളെപ്പോഴും എന്താണെന്നറിയോ, നമ്മളെ വിശ്വാസത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഇത്തരം ചിന്തകളുടെ നൂൽപ്പഴുതിലൂടെ വേറെ പലതും കയറി വരും. നമ്മളുള്ള ഒരു സാഹചര്യത്തിനനുസരിച്ച് പലതും കയറി വരും, നമ്മളെയും കൊണ്ടേ പോകൂ, നമ്മുടെ വിശ്വാസത്തെയും കൊണ്ടേ പോകും. നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടാകും, പരലോകത്ത് ചെല്ലുമ്പോൾ ഓഹരിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്ന രൂപം നമുക്ക് കാണാം. സുമ്മ നഫിദ ഇലാ മഖാമി ഇബ്രാഹിം, നബിന്റെ ഉംറന്റെ സമയത്ത്, ഹജ്ജിന്റെ സമയത്ത് പിന്നെ നബി ടീമായിട്ട് അങ്ങോട്ട് വന്നു. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്നുള്ള ആയത്ത് ഓതി, ഫജഅലൽ മഖാമ ബൈനഹു വബൈനൽ ബൈത്തി ഫസല്ല റകഅതൈനി, എന്നിട്ട് മഖാം ഇബ്രാഹിമിനെയും കഅബാലയത്തെയും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. മഖാം ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെ ഇടയിൽ. അപ്പം അവിടെ നമ്മൾ നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ എവിടെയെങ്കിലും നിസ്കരിച്ചാൽ മതി. മഖാം ഇബ്രാഹിമിൽ തന്നെ തവാഫ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിസ്കരിക്കണത് യാതൊരു നിർബന്ധമല്ല, അതൊരു നിശ്ചിത ദൂരമുള്ളൊരു ഏരിയയാണ്. മസ്ജിദുൽ ഹറാമിൽ എവിടെ നിസ്കരിച്ചാലും ആ നിസ്കാരം പൂർത്തിയാകുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഹിജ്ർ ഇസ്മായിൽ. എന്താണ് ഹിജ്ർ ഇസ്മായിൽ? കഅബാലയത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഭാഗം കാണാം. അത് ഇങ്ങനെ കെട്ടിയത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ആരോ മറവീത ഫീലിങ്ങിലാണ് ആൾക്കാരുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ നിസ്കരിക്കുമോ? വളരെ സിമ്പിൾ ലോജിക്ക് മതി. ലോകത്ത് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഖബറിന്റെ മേലെ ചവിട്ടിയൊക്കെലുണ്ടോ? ഖബർ കെട്ടിപ്പൊക്കുന്ന ആൾക്കാരും ആ ഹദീസിന്റെ എതിർ സൈഡിൽ പറഞ്ഞ ഖബർമ നിൽക്കരുത് എന്നുള്ളത് പ്രത്യേകം പാലിക്കും, അല്ലെ? ഖബറുണ്ട് കേട്ടോ, മാറിക്കളറി. അപ്പൊ ആ പറഞ്ഞതിനൊന്നും അസലില്ല. എന്താണ് ഇതിന്റെ ചരിത്രം? ഇതിനൊക്കെ ഓരോ ചരിത്രമുണ്ട്. കഅബയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള മതിൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട ഭാഗമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും കഅബാലയം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോഴുള്ള കഅബാലയം അവിടെയും കൂടി ഉണ്ടായിരുന്നു, അത്ര ഉയരത്തിലും അതേ രൂപത്തിലും. ഇപ്പോഴുള്ള കഅബാലയം കണ്ടില്ലേ, അത്ര ഉയരത്തിലും അതേ രൂപത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ കഅബ പൂർണ്ണമായി തകർന്ന് ഖുറൈശികൾ അത് പുതുക്കി പണിതപ്പോ അവർക്ക് ശുദ്ധമായ സമ്പാദ്യം കിട്ടിയില്ല. പലിശയുടേതല്ലാത്ത, അന്യായമായ വരുമാനമല്ലാത്ത, വ്യഭിചാരത്തിന്റെ വരുമാനമൊന്നും കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്തു? ആ ഭാഗം നിർമ്മിക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് ശുദ്ധ ജാഹിലിയത്തിലെ അറബി ഇത് കൊണ്ടെടുക്കണ കമ്മിറ്റിക്കാരനടക്കം ഈ പണിയൊക്കെ ചെയ്യണവനാണ്. അതവരുടെ പ്രസ്റ്റീജ് ആയിട്ട് എടുക്കണവനാണ്, മദ്യപാനമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും ഒക്കെ. പക്ഷേ അതൊന്നും അവരിതിലേക്ക് അടുപ്പിച്ചില്ല. അത് വേണ്ടാന്ന് അവർ തീരുമാനിച്ചു. ഈ ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടിന്റെ അടിയിൽ ആരോ മരിച്ചു കിടക്കുന്നുണ്ട് എന്നല്ല മുസ്ലിം പഠിക്കേണ്ടത്. സ്വന്തം സമ്പാദ്യത്തിന്റെ ശുദ്ധീകരണത്തിന് ജാഹിലിയത്തിലെ അറബി കാണിച്ച മാന്യത പോലും കാണിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഖുറൈശികളുടെ പ്രസ്താവന വന്നു, കഅബാലയത്തിൽ എഴുതി തൂക്കിയ പ്രസ്താവന, ലാ തുദ്ഖിലൂ ഫീ ബിനാഇഹാ മിൻ കസ്ബികും ഇല്ലാ തയ്യിബാ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും അതിലേക്ക് പ്രവേശിപ്പിക്കരുത്. ലാ യദ്ഖുലു ഫീഹാ മഹ്റമു ബഗി, വ്യഭിചാരിണിയുടെ വ്യഭിചാരത്തിന്റെ തുക ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരരുത്. വലാ ബൈഉൻ റിബൻ, കച്ചവടത്തിന്റെ അനുബന്ധമായി വരുന്ന പലിശ അതിലേക്ക് കൊണ്ടുവരരുത്. വലാ മദ്ലിമതു അഹദിൻ, ഒരാളടുത്തൊന്നും പിടിച്ചു പറിച്ചു വാങ്ങിയ സമ്പാദ്യങ്ങളും കൊണ്ടുവരരുത് എന്ന് പിന്നെ കൃത്യമായി അവർ പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തേ പണിയാഞ്ഞു നമുക്ക് സംശയം ഉണ്ടാവും. നബിക്ക് പണിയായിരുന്നല്ലോ എന്ന് സംശയം ഉണ്ടാകും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലാ തറദ്ദുഹ അലാ ഖവാഇദ് ഇബ്രാഹിം. ആയിഷബിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നബിന്റെ കൂടെ വളരെ ചെറിയ പ്രായമുള്ള ഒരു ഭാര്യ ഉണ്ടായത് എന്തിനെന്നുള്ള ചരിത്രത്തിലെ ഗൗരവതരമായ ഉത്തരങ്ങളുണ്ട്. പ്രവാചകന്റെ സ്വകാര്യതയിൽ മനുഷ്യ ചരിത്രത്തിനു വേണ്ട ഏറ്റവും മനോഹരമായ ഉത്തരങ്ങളൊക്കെ മിക്കവാറും അള്ളാഹു ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് പുറംലോകത്തേക്ക് കൊണ്ടുവന്നത്. ചോദിക്കുകയാണ്, അലാ തറുദ്ദുഹ അലാ ഖവാഇദ് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ ആ അടിത്തറയിലേക്ക് തന്നെ അങ്ങേക്ക് ആക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയാം, ലൗലാ ഹിദ്സാനു ഖൗമിക് ബിൽ കുഫ്ർ ലഫഅൽത്. എന്താ, നമ്മളെ ജനത കുഫറിനോട് ഏറ്റവും അടുത്ത് നിൽക്കണോരാ, കുഫർ നിങ്ങോട്ട് പോന്നോരാ, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അലം തറ അന്ന ഖൗമക ഹീന ബനുൽ കഅബത ഇഖ്തസറു അൻ ഖവാഇദ് ഇബ്രാഹിം, അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ഖവായിദിൽ നിന്ന് ചുരുക്കി ഉണ്ടാക്കിയല്ലോ.
നമ്മളെ ആളുകളൊക്കെ ഇപ്പോൾ കുഫ്റിൽ നിന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ എന്നാണ് നബി പറയണത്. എന്ന് പറഞ്ഞാൽ അവര് ഞാൻ കാബ പൊളിക്കണം എന്നുള്ള ഫീലിംഗ് ഒക്കെ അവർക്ക് വരും. അപ്പൊ ഒരു ജനതയിൽ ഇടപെടുമ്പോൾ ഒരു ലീഡർഷിപ്പിനുണ്ടാകേണ്ട വലിയ പാഠങ്ങളെ പ്രവാചകൻ തൻ്റെ ഈ ഒരു വിവരണത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ കാബൊക്കെ കൂടെ പൊളിക്കാണ്. മുഹമ്മദ് വന്നിട്ടിപ്പോ ആദ്യം നമ്മളെ കാക്കക്കാരണവന്മാരുടെ മാർഗമൊക്കെ പൊളിച്ചു. ഇപ്പൊ ദാ വന്നിട്ട് നേരെ വന്നിട്ട് ഇത് പൊളിക്കണു, ഇതൊക്കെ കൂടെ തച്ചു പൊളിക്കണു എന്നുള്ള വ്യാഖ്യാനം വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞതിന് ശേഷം മദീനയിൽ ഉണ്ടായ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബമേ അവിടുത്തെ ഗവൺമെന്റും സിസ്റ്റം ഒന്നും തൊടാത്തത് എന്താ? ഈ അസ്ലാണ്. അങ്ങനെ അവിടെ ആരെങ്കിലും തൊട്ടും തോന്നിക്കഴിഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് കൂട്ടക്കുരുതികൾ നടക്കും. കാരണം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അത് സംബന്ധിച്ച അത്ര ഗാഢമായ നിഗൂഢമായ വിശ്വാസങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ അടുത്ത കാലത്ത്, നമ്മുടെ കാലത്തോട് ചേർന്ന കാലത്ത് മാത്രം വന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒരു ലീഡർഷിപ്പിനുണ്ടാകേണ്ട, ഒരു നേതൃത്വത്തിനുണ്ടാകേണ്ട ഗൗരവത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാഠം കൂടി പഠിപ്പിച്ചു. എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിയോട്, ഇന്നി ഉഹിബ്ബു അൻ ഉസല്ലിയ ഫിൽ ബൈത്ത്. നബി, എനിക്ക് കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം, എനിക്ക് കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം. കഅബ ലോക്ക് ചെയ്യപ്പെട്ട ഒന്നാണ്. ആയിഷ ബീവിയെ പറഞ്ഞപ്പോ നബിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇജ്ജ് കരിക്കോ എന്നല്ല പറഞ്ഞത്. അവിടെ വലിയ പാടുണ്ട്. അവനാന്റെ കൂട്ടക്കാരെയും കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെയും അവനാന്റെ സ്വാധീന വലയങ്ങളിൽ കൊണ്ടുപോയി നിർത്തുകയല്ല ചെയ്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി ഫിൽ ഹിജ്ർ ഫൈനഹു മിനൽ ബൈത്ത്. നീ പോയി ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിസ്കരിക്കുക. അതിൻ്റെ ഉള്ളിൽ എത്ര ആളുകൾ നിസ്കരിക്കലുണ്ട്? തിരക്ക് കൂട്ടി ഇടിണ്ടാക്കി നിസ്കരിക്കൊന്നും വേണ്ട, അത് കുറ്റാണ്. അവിടെ തിരക്കുണ്ടാക്കുന്നത് കുറ്റാണ്, അല്ലേ? അതാ ഈ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്താനും മറ്റൊക്കെ മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കുറ്റകരമാണത്. അവന്റെ ഉംറയും ഹജ്ജും മബ്റൂറാവൂല. എഴുതിച്ചോളി മനസ്സിൽ. എന്തെങ്കിലും പോണ നേരം ഉണ്ടെങ്കിൽ പണ്ട് കേട്ടതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കുറച്ച് തടിമുടുക്കുണ്ടാകും, മസിലുണ്ടാകും. അത് വെച്ചിട്ട് ഉരുട്ടിയിട്ട് വയോധികന്മാരും പ്രയാസപ്പെടുന്നവരും ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ഒക്കെ ഈ മത്താഫിലൂടെ പോണുണ്ടാകും. നല്ലോണം ഓർക്കണം. മത്താഫിലൂടെ വലയം വെക്കുമ്പോൾ നന്നായി ഓർക്കണം. ഉള്ളിൽ മനസ്സിനെ വീണ്ടും വീണ്ടും മന്ത്രിച്ച് പഠിപ്പിക്കണം. ഇവിടെ എൻ്റെ കൈകാലുകൾ തട്ടിയിട്ട് ഒരു ഹാജിക്ക്, ഒരു മുഅ്തമിറിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് ബോധ്യമുണ്ടാകണം. തടിമുടുക്കുകൊണ്ട് സംഘബലം കൊണ്ട് തള്ളിക്കയറി ഇടിച്ച് പരത്തേണ്ട സ്ഥലമല്ലത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യേ, ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നീ നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹിജ്ർ ഇസ്മായിൽ കഅബയുടെ പുറത്തായി കാണപ്പെടുന്നതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ കഅബയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഓരോ പ്രവൃത്തിയുടെയും മൂല്യം എന്ന് പറയുന്നത് അതിന്റെ പുറം രൂപത്തിലല്ല, അതിന്റെ പിന്നിലുള്ള ഇഖ്ലാസിലും സത്യസന്ധതയിലുമാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഅബയുടെ ഭാഗം അതിപ്പോ അവിടെ അല്ല. അത് ഖവാഇദിലില്ല. അതുകൊണ്ട് അവർക്ക് പുണ്യം കിട്ടൂല എന്നല്ല, പുണ്യം കിട്ടും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്കും പുണ്യം കിട്ടും. മാത്രമല്ല ഖുറൈശികളുടെ മനോഭാവത്തെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കണം. ഞാനും നിങ്ങളും ഖുത്ബ കഴിഞ്ഞ് നമ്മളുടെ ജീവിതത്തിലെ അശുദ്ധമായ സമ്പാദ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. പലിശയുണ്ടോ, അല്ലെങ്കിൽ അന്യായമായ വിഹിതങ്ങളുണ്ടോ, പിടിച്ചു പറിച്ചതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നത് തന്നെയാണ്. ഇനി കഅബാലയത്തിന്റെ 4 മൂലകൾ, 4 റുക്കുനുകൾ എന്നാണ് പറയാ. റുക്കുനുൽ അസ്വദ്. റുക്കുനുൽ അസ്വദ് എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയാണ്. അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, തവാഫ് തുടങ്ങുന്നത്. പിന്നെ അവിടെയാണ് നമ്മളെ തവാഫ് അവസാനിക്കുന്നതും. കൃത്യമായി അവിടെ ലൈറ്റിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമ്മൾ കൈ പൊക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് യഥാർത്ഥത്തിൽ പിന്നെ എന്ത് ചെയ്യണത്, പറയുന്നത്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് അത് പറയാം. പലയിടത്തും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാട്ടണാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ പഠിപ്പിച്ചത് അവിടെ ചുരുക്കാൻ കഴിയുക എന്നുള്ളത് അത് നിലപാടുള്ള വ്യക്തിക്ക് മാത്രം കിട്ടുന്നത്. അങ്ങനെയാകാലോ, ഇങ്ങനെയാകാലോ, മറ്റേതാകാലോ, മറിച്ചതാകാലോ. നമ്മളൊരു കട തുടങ്ങിയിട്ട് ആ കടയിൽ കുറെ ഷെൽഫൊക്കെ ക്രമീകരിച്ച് നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ നമ്മളെ സ്റ്റാഫ് ആ ഷെൽഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് പറ്റുമോ? പഞ്ചസാര ഇതൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് എടുത്തു, മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങോട്ടിട്ടു, നമുക്ക് പറ്റുമോ? നമ്മളെ വീട്ടിൽ നമ്മളെ മേശപ്പുറത്തൊക്കെ അടുക്കി പൊറിച്ച് വെച്ചതൊന്ന് മാറ്റിയാൽ പോരെ? എന്നാൽ ത്യാഗസമ്പൂർണമായ ജീവിതത്തിലൂടെ ഈ വഹീന്റെ സന്ദേശങ്ങളെ പൂർത്തീകരിച്ച പ്രവാചകൻ പഠിപ്പിച്ച ആ ക്രമത്തിലും രീതിയിലും തന്നെ അത് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ പടച്ചോന് യാതൊരു സംശയം ഉണ്ടാകൂല, പടച്ച റബ്ബിന് യാതൊരു സംശയം ഉണ്ടാകൂല. അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഒന്ന് റുക്കുനുൽ അസ്വദ്. റുക്കുനുൽ അസ്വദാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലക്കാണ് അത് പറയാം. 2 റുക്കുനുൽ ഇറാഖി. ഇറാഖിന്റെ ഭാഗത്തേക്ക് അഭിമുഖമായി നിൽക്കുന്ന മൂലക്കാണ് റുക്കുനുൽ ഇറാഖി എന്ന് പറയാം. 3-മത്തത് റുക്കുനു ഷാമി. ഷാമ് പിന്നെ സിറിയ, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളുടെ ഭാഗത്തേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്നതിന് റുക്കുനു ഷാമി എന്നാണ് പറയാം. റുക്കുനുൽ യമാനി, യമനിന്റെ ഭാഗത്തേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്ന മൂലക്കാണ് റുക്കുനുൽ യമാനി എന്ന് പറയാം. ഇതിൽ തൊടേണ്ടതും മുത്തേണ്ടതും പിന്നെ കൈകൊണ്ടെങ്കിലും ആംഗ്യം കാണിക്കേണ്ടതൊക്കെ 2 മൂലകൾ മാത്രമേ ഉള്ളൂ. റുക്കുനുൽ അസ്വദും റുക്കുനുൽ യമാനിയും. എന്താ?
കൃത്യമായി നമ്മൾ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മർവാന്റെ റിവായത്തിൽ കാണാം, ലം അറൻ നബിയ യസ്തലിമു മിനൽ ബൈത്തി ഇല്ല റുക്നൈനി അൽ യമാനിയൈൻ. കഅബയുടെ രണ്ട് യമാനി ഭാഗങ്ങളല്ലാതെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, മുത്തിയിട്ടില്ല, ഒന്നുമില്ല. കഅബ മുഴുവൻ തൊടാൻ പറ്റിയ സ്ഥലമാണ്. കഅബ മുഴുവൻ ഇല്ല. എവിടെയാണോ പ്രമാണത്തിൽ എവിടെയാണോ തൊടാനും മുത്താനും പറഞ്ഞത് അവിടെ തൊടുക, അവിടെ മുത്തുക. അവിടെ തൊട്ടാൽ അവിടെ മുത്തിയാൽ അതിന് കൂലിയുണ്ട്. അപ്പുറത്ത് തൊട്ടാലും മുത്തിയാലും അത് ഇസ്ലാമിന്റെ പുറത്താ. അതാ ഇസ്ലാം. അദ്ദേഹം പറഞ്ഞ നമ്മള് അരിയും പഞ്ചാരിയും വെച്ച മൂലയിൽ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് സിമെന്റ് അടുക്കേണ്ടടുത്ത് കൊണ്ടുപോയിട്ട് അരിയും പഞ്ചാരി അടുക്കി പറ്റുമോ? നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് നമുക്ക് പറ്റൂലെങ്കിൽ റബ്ബും റസൂലും പഠിപ്പിച്ച, കോടാനക്കോടി മനുഷ്യരിലൂടെ സംഭവിച്ച, ആയിരക്കണക്കിന് പ്രവാചകന്മാര് ചെയ്ത അതേ വഴിയാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. ആ വഴി സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇന്നലെ ഈദ് ഖുത്ബയിൽ പറഞ്ഞ പോലെ യഖീനിന്റെ വഴി തേടിയുള്ള യാത്ര തുടങ്ങണം. എന്താ യഖീനിന്റെ വഴി? ഓരോന്നിലും സത്യസന്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും ദൃഢമായ വഴി, കേട്ടുകേൾവിയിൽ നിന്നല്ല, തൊട്ടറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊള്ളാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം എന്നാണ്. ഇനി റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാമി, ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതല്ല. ഹജറുൽ അസ്വദിനെ ചുംബിക്കാം, അല്ലേ? എന്താ അതിന്റെ തെളിവ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീ വെറും ഒരു കല്ലു മാത്രമാണെന്ന്. ലാ തദുർ വലാ തൻഫ, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റില്ലെന്ന്. വലൗല അന്നി റഅയ്തു നബിയ യുഖബ്ബിലു കമാ ഖബ്ബൽതുക, പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കൂലായിരുന്നു. ആകെ എന്താണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കാനുള്ള കാരണം? പ്രവാചകൻ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ അതൊക്കെ ചെയ്യും. അവര് കലത്തിൽ ഇങ്ങനെ വേവിച്ച മാംസം, ഒരു മൃഗത്തെ പിടിച്ചിട്ട് കലത്തിൽ ഇങ്ങനെ വേവിച്ചു, ഒക്കെ ഇങ്ങനെ വിളമ്പാൻ നിൽക്കുമ്പോഴാണ് അതിനെ തിന്നാൻ പറ്റൂല എന്ന് നബി പറയുന്നത്. ആർക്കും ഒരാൾക്ക് സംശയം തോന്നി കേട്ടോ, തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ആ കലം അങ്ങനെ ഒഴിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയാ, എത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇപ്പൊ അവസാനമുള്ള ഈ പറയുന്നത് ഇത് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എന്തൊക്കെ വെറുതെ നിങ്ങളും ചിന്തിച്ചു നോക്ക്. മരുഭൂമിയിൽ യാത്രക്കിടയിൽ വിശന്ന് വലഞ്ഞ് അവസാനം ഓടി അമ്പെയ്ത് ഒരു മൃഗത്തെ പിടിച്ച് അത് തോലൊക്കെ റെഡിയാക്കി കഷ്ണാക്കി അതിലിടാനുള്ളതൊക്കെ ഇട്ട് അത് വേവിച്ച് ആവി പൊന്തി കലത്തുനിന്ന് ഇങ്ങനെ കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾക്ക് സംശയം, ഇതിപ്പോ നമ്മൾ സ്ഥിരം കഴിക്കണമല്ലോ. നബിനോടൊന്ന് ചോദിച്ചാലോ? കുറച്ചപ്പുറത്ത് ടെൻഡ് ചെയ്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി അത് പറ്റില്ല എന്ന് പറഞ്ഞു നബി. ഉടനെ ആ കലാണ് കൊട്ടി. അതാ സ്വഹാബത്ത്, അതാണ് യഖീന്, അതാണ് ബോധ്യം, അതാണ് പഠനം, അതാണ് ഉൾക്കൊള്ളൽ. അവിടെ നമ്മളുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിക്കണം. ജീവിതത്തിലെ എല്ലാം ഖുർആനിലും സുന്നത്തിലും നടക്കാനുള്ളത് മന്ത്രങ്ങളും പ്രാർത്ഥനകളും മാത്രല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രല്ല, നെഞ്ചിൻ കൂട്ടിലെ നിലപാടിന്റെ, നെഞ്ചിൻ കൂട്ടിലെ സമീപനത്തിന്റെ, കാഴ്ചപ്പാടിന്റെ രീതി അവിടെ നിന്ന് എടുക്കണ്ടേ, അല്ലേ? നമ്മള് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ നിന്നും പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളിൽ നിന്നും നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നല്ല, അതിലെ അസ്ൽ എവിടെ നിൽക്കുന്നു, ഇസ്ലാമിന്റെ അസ്ൽ എവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് എടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ഹജറുൽ അസ്വദിനെ ചുംബിക്കാം, സ്പർശിക്കാം. അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ, എത്താത്ത ആളുകൾ ജസ്റ്റ് ഇങ്ങനെ കൈവീശിയാൽ മതി. ആ ചുംബിച്ചതിന്റെ സ്പർശിച്ചതിന്റെ പിന്നെക്കാളും വലിയ കൂലി കിട്ടും അവിടുന്ന്. എന്താ കാര്യം? അവിടെ തിരക്കാൻ പോയിട്ടില്ലല്ലോ. അവിടെ തിരക്കാൻ പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് കൈവീശി കാണിച്ചതിന്റെ കൂലി തന്നെ കിട്ടും. അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ റുക്നുൽ ഇറാഖി, അതുപോലെ തന്നെ റുക്നുൽ ഷാമി, മറ്റ് കാബയുടെ ചുമരിന്റെ ഭാഗങ്ങൾ, അതിലെ വസ്ത്രങ്ങൾ, അതിൽ ഉരസ്, അതിൽ തൊടുക, അതിൽ നിന്ന് ഉള്ളിയെടുക്കുക, ഇതൊന്നും ഇസ്ലാം അല്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. കാരണം നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ചില സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. എന്താ? മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാണ്, റഅ ഇബ്നു അബ്ബാസ് റജുലൻ യംസഹു റുക്നൈനി ശാമിയൈൻ ഫഖാൽ ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താ? പിന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷാമി ഭാഗത്തുള്ള മൂലകൾ തടവുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക എടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അന്ന മുആവിയത ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, മുആവിയത ബിൻ അബി സുഫിയാൻ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയെഴുത്തുകാരനാണ്. ശരിക്ക് കേൾക്കെല്ലാവരും, മുആവിയത ബിൻ അബി സുഫിയാൻ പ്രവാചകന്റെ വഹയെഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പൊതുവെ മറ്റൊരു വിഷയമാണ്, മറ്റൊരു ദിവസം ജുമായിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കടന്നാക്രമിച്ചിട്ടുണ്ട്. മദ്രസ പാഠപുസ്തകങ്ങൾ മുതൽ പലയിടത്തും അദ്ദേഹം ജൂതന്റെ ഏജന്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഉസ്തൂലേറി, നാവിക സംഘമേറി ആദ്യമായി ഈ നാട്ടിൽ നിന്ന് പിന്നെ മറ്റു നാടുകളിലേക്ക് പോകുന്ന ഒരു സംഘം വരാനുണ്ട്. ആ സംഘത്തിന്റെ നേതാവും ആ സംഘവും സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഘത്തിന്റെ നേതാവ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ വഹയെഴുത്തുകാരനായ മുആവിയ റളിയല്ലാഹു അൻഹു കാന യംസഹുൽ അർക്കാന കുല്ല, ഈ റുക്നുൽ ഷാമിയെയും റുക്നുൽ ഇറാഖിയെയും റുക്നുൽ അസ്വദിനെയും ഒക്കെ ചുംബിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ തടവിയിരുന്നു. ചുംബിച്ചു എന്നല്ല, തടവിയിരുന്നു. ഫഖാല ലഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രായം കൊണ്ടും ഒക്കെ വളരെ പിന്നിലുള്ള ഒരു കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ തംസഹ ഹാദൈനി റുക്നൈൻ,
നിങ്ങൾ ഒരിക്കലും ഇറാഖിയെയും അതുപോലെ തന്നെ മറ്റുള്ളതിനെയും നിങ്ങൾ ഒരിക്കലും തടവരുത്. വലം യക്കുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹുഹാ, പ്രവാചകൻ അത് തടവിയിരുന്നില്ല. ഫഖാല മുആവിയ ലൈസ ശൈഉൻ മിനൽ ബൈത്തി മഹ്ജൂറ, നമ്മൾ ഒരു റുക്നിനെയും എന്ത് ചെയ്യണ്ട, ഈ ദിമ്മൊന്നും ഒഴിവാക്കേണ്ടതില്ല, എല്ലാതും നമ്മൾ തുല്യ പ്രാധാന്യത്തോടെ കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ആരത്? പ്രവാചകന്റെ വഹയ്യെഴുത്തുകാരനാണ് ഈ പറയുന്നത്, കേട്ടോളി. അപ്പോ ഫഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത ഉത്തരം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്നായിരുന്നു. ഇത് കേട്ടതും മുആവിയ പറഞ്ഞു, സദഖ്ത, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അദ്ദേഹം അത് തിരുത്തി. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ചിലപ്പോൾ പറയും അയാൾ വലിയ പണ്ഡിതനല്ലേ, അയാളാണ് പറഞ്ഞത്, അതാണ് നമുക്ക് ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാനേ. ഇത് നബിന്റെ വഹയ്യെഴുത്തുകാരനായ സ്വഹാബി പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് ഇൽമ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ വേറെയും ചരിത്രമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പരാതി ബോധിപ്പിക്കാമെന്ന വ്യക്തി പെട്ടെന്ന് മടങ്ങണത് കണ്ടപ്പോ, 2-3 തവണ വിളിച്ച് മടങ്ങണ കണ്ടപ്പോ വാതിൽ തുറന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ വാ. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ മറുപടി കിട്ടാത്തപ്പോ ഞാൻ പോയതാണ്. എന്തിനെ പോയി? കാത്തുക്കാതെ എന്താ സുബറില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് 3 തവണ സലാം പറഞ്ഞിട്ട് ജവാബ് കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങാണ് വേണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? എന്നാ ഞാനാണ് വരുന്നുണ്ട്, നീ അല്ലാതെ വേറെ ആരാ കേട്ടതെന്ന് ഉറപ്പിച്ചലാന്ന് പറഞ്ഞു. ഖലീഫയാണ് പറയണത്, അത് ഉമറാണ് പറയണത്. അയാളൊക്കെ ബേജാറായി പേടിച്ചിട്ട് ചെന്നു. നിങ്ങളാരല്ലേ? ഒരുപാട് ആളുണ്ട്. ശരി. കേട്ടപ്പോ എന്താ റസൂൽ, എന്താ അദ്ദേഹം പറഞ്ഞത്? നമുക്കൊക്കെ നമ്മളെ അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് നടന്ന് നമ്മളെ ഇൽമ് പോയി എന്നാ പറഞ്ഞത്. ആരായി പറയണറിയോ? ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കച്ചവടത്തിനും കൃഷിക്കൊക്കെ പറഞ്ഞേക്കും. അന്ന് അദ്ദേഹം ഇൽമ് പഠിക്കാൻ പോകും. കൂട്ടുകാരൻ അവിടുന്ന് കിട്ടുന്ന റിസ്ക് കൊണ്ടുവരും. കൂട്ടുകാരൻ അദ്ദേഹം ഇൽമു പറഞ്ഞു കൊടുക്കും. അടുത്ത ദിവസം അദ്ദേഹം ജോലിക്ക് പോകും. എന്നിട്ട് കൂട്ടുകാരനെ നബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ നബിന്റെ എല്ലാ ദർസും നേരിട്ട് കേൾക്കാൻ ശ്രമിച്ച ആളാ. റെക്കോർഡിംഗ് ഇല്ല, USB ഇല്ല, ഡ്രൈവ് ഇല്ല, ഗൂഗിൾ ഡ്രൈവ് ഇല്ല, ഒന്നുമില്ല, റെക്കോർഡറുകളില്ല, ഒന്നുമില്ല ആ കാലത്ത്. അങ്ങനത്തെ സ്വഹാബിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കാര്യം സഹോദരന്മാരെ നമ്മൾ ഒന്നും കൂടി നല്ലോണം ആലോചിക്കണം. 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. എന്താണ് മുൽത്തസം? ഈ പറയണേ പിന്നെ എന്താ പറയാ, ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം. അൽ മുൽത്തസം ഇബ്നു അബ്ബാസ് പറഞ്ഞു, അൽ മുൽത്തസം മാ ബൈന റുക്നി വൽ ബാബ്. എന്താ? ഹജറുൽ അസ്വദിന്റെയും അതേപോലെ തന്നെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? റഅയ്തു റസൂലല്ലാഹി വസഹാബഹു ഖദ് വലഉ ഖുദൂറഹും അലൽ ബൈത്ത് വറസൂലുള്ളാഹി വസ്തഹും. എന്താ? പ്രവാചകന്റെ സ്വഹാബത്ത് അതിലേക്ക് ഇങ്ങനെ ഈ മുൽത്തസമിൽ ചെന്നിട്ട് നെഞ്ചു വെക്കുന്നത് കണ്ടു. അപ്പൊ നെഞ്ച് എവിടെ വെക്കാൻ പറഞ്ഞത് അവിടെ നെഞ്ചു വെക്കാൻ പാടുള്ളൂ. എവിടെ മുത്താൻ പറഞ്ഞത് അവിടെ മുത്താൻ പാടുള്ളൂ. അതാണ് ഇസ്ലാം. ഇവിടെ നെഞ്ചു വെക്കാൻ പറ്റുന്നോണ്ട് അവിടെ തൊടാം, അവിടെ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഇങ്ങനെ ആളുകൾ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കണാണ്. എന്താ? അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും കേൾക്കും. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും കേൾക്കും, ഒരു സംശയമല്ല. എന്ത് പറഞ്ഞാലും അപ്പടി അനുസരിക്കും. അതിൽ യാതൊരു അപ്പീലുമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലോ മുൽത്തസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസാണ്. ഈ കഅബാലയത്തിന്റെ വാതിലിന്റെയും ഈ റുക്കിനിന്റെ ഇടയിലുള്ള ചെറിയൊരു സ്പേസാ. ആ വാതിൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലം പറ്റൂല. വഹിയിൽ എന്ത് സ്ഥിരപ്പെട്ടോ ആ സ്ഥിരപ്പെട്ടതേ എടുക്കാൻ പറ്റൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്ക്, നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും പരമാവധി നേരത്തെ ഖുത്ബ നിർത്തേണ്ട ഒരു ദിവസമാണ്. കുറേ ആളുകൾ ഉറക്കമൊക്കെ ഒഴിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുകയാണ്. അത് ഇവിടെ പറഞ്ഞാലേ ഫിറ്റാകുള്ളൂ. സംസമിനെ കുറിച്ച് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണ്? സംസം എന്ന് പറയുന്നത് അത് പിന്നെ കാലിട്ടടിച്ചൊഴുകിയ വെള്ളമാണെന്നാ പറയാം, അല്ലേ? കുട്ടിയുടെ കാല് ഇസ്മായിലിന്റെ കാലിട്ടടിച്ചെടുത്ത് വന്നതാണെന്നാ പറയാം. കൃത്യമായ ഹദീസിൽ അത് ജിബ്രീലിന്റെ ചിറകുകൾ കൊണ്ട് അദ്ദേഹം കുഴിച്ചതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വയോധികയായ ഒരു സ്ത്രീ ഇങ്ങനെ ഈ സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ 10-80 വയസ്സായ ഒരു ഉമ്മ, എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, വെള്ളമുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ഓടാണ്. ഊർത്തുമൂർത്ത പാറകൾക്കിടയിലൂടെ എയർ കണ്ടീഷൻ ചെയ്ത മാർബിൾ വിരിച്ച ആ തറയിൽ പോലും ചവിട്ടിയാൽ കാല് തണുത്തുറഞ്ഞു പോകുന്ന തണുപ്പുള്ള മനോഹരമായ ലൈറ്റുകൾ അലങ്കരിച്ച ഇടമല്ല. ആരാരുമില്ലാത്ത ഒരാട്ടിൻ കുഞ്ഞു പോലും കണ്ടിട്ടില്ലാത്ത, ആൾക്കൂട്ടങ്ങൾ എത്തിയിട്ടില്ലാത്ത, ഹജ്ജ് തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത്, ഉംറകൾ തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത് ആ സഫാ കുന്നിനും മർവ കുന്നുകൾക്കും ഇടയിലൂടെ തന്റെ കുഞ്ഞിന് വെള്ളം തേടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഉമ്മന്റെ മുന്നിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചിറക് കൊണ്ട് അതിങ്ങനെ കോരിയിട്ട് ആ വെള്ളം ഇങ്ങനെ കിളിർത്തൊഴുകുന്നതിന് അവർ സാക്ഷിയായി. അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നതിന്റെ ബോധ്യം, അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നാൽ തിരിച്ചു കൊടുക്കുമെന്ന ബോധ്യം നമ്മൾ ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ അന്ന് നമ്രൂദിന്റെ കൊട്ടാരമട്ടുപ്പാവിൽ തൗഹീദ് പ്രസംഗിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഇബ്രാഹിം നബിയോടെങ്കിലും യാ ഇബ്രാഹിം ഒന്ന് സഹായിക്കണേ എന്ന് ഈ സമയത്തും ഹാജറ ബീവി പറഞ്ഞിട്ടില്ല.
ഉണ്ടോ? ഏതെങ്കിലും ഒരു നബിനെ വിളിച്ചിട്ടുണ്ടോ? ഹക്ക് കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? ജാഹു കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? ഉമ്മത്തെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഉമ്മത്തിന്റെ അപമാനത്തിന്റെ കാരണം, ഉമ്മത്തിന്റെ ഇസ്സത്ത് ഇടിയുന്നതിന്റെ കാരണം ഹൃദയത്തിന്റെ ഉള്ളിലെ വിശ്വാസത്തിന് സംഭവിച്ച കോട്ടമാണ്. സൈനിക ബലങ്ങളുടെ കുറവല്ല, അല്ലെങ്കിൽ സംഘബലങ്ങളുടെ കുറവല്ല. ആദ്യത്തെ 10 സ്ഥാനത്ത് ലോകത്തെ സമ്പന്നരിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തതല്ല. മുസ്ലിങ്ങൾക്ക് നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരില്ലാത്തതല്ല, സയന്റിസ്റ്റുകൾ ഇല്ലാത്തതല്ല, ഗവേഷകരില്ലാത്തതല്ല, വിദ്യാഭ്യാസമില്ലാത്തതല്ല, ഒന്നിലും നമ്മൾ പിന്നിലല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ കരുത്ത് ചോർന്നുപോയി. നോക്ക് നിങ്ങൾ, ആ മാഉ സംസം, അതിന്റെ മഹത്വം എന്താ? ലിമാ ശുരിബലഹു, കുടിച്ചിനുള്ള കൂലിട്ടുന്ന. വെറുതെ അല്ല കന്നാസിലാക്കി കൊണ്ടിരുന്നത്, വെറുതെ അല്ല കന്നാസിലാക്കി കൊണ്ടിരുന്നത്. അത് കുടിച്ചതിനുള്ള കൂലി കിട്ടും. അതെന്താണോ ലക്ഷ്യം, കൂലി കിട്ടും. എനിക്കറിയുന്ന ഒരു സുഹൃത്തുണ്ട് ഈ അടുത്ത പ്രദേശത്ത്. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. മൂപ്പര് ഓട്ടോയിൽ ഒഴിഞ്ഞിരിക്കണ നേരത്ത് ഹിഫ്ള് പഠിക്കും. ഇവിടെ ഇടക്കൊക്കെ വരലുണ്ട് നമ്മളെ പള്ളിയിൽ. ഹിഫ്ള് പഠിച്ച് വലിയ ജുസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ എൻ്റെ അനിയൻ ഉമ്മാനോട് സംസം വെള്ളം ചോദിക്കണുണ്ട്. എന്തിനാ? അയാൾക്ക് കൊടുക്കാനാണ്. അയാൾ ചോദിച്ചതാണ്. അയാൾ ഖുർആൻ മറന്നു പോകാതിരിക്കാനാണ് സംസം കുടിക്കണത്. സംസത്തിന് മഹത്വമുണ്ട്. ആർക്കാ തർക്കമുള്ളത്? സംസത്തിന് മഹത്വമുണ്ട് എന്നുള്ളതിന്. എന്നാൽ തൊട്ടപ്പുറത്ത് വേറെ കിണറുണ്ടെങ്കിൽ അതിന് മഹത്വം ഉണ്ടാവില്ല. അത് മക്കത്തത്തെ കിണറല്ലേ, സദ കിണറാണ്. എന്താ സംസത്തിന് മഹത്വം ഉണ്ടാകാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഗണത്തിൽപ്പെട്ടതാണ് മദീനയിലെ മറ്റൊരു കിണറുണ്ട്. അതായത് ബിഅ്റു അരീസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ കിണർ. ഈ ബിഅ്റു അരീസിന്റെ ചരിത്രം എന്താ? ബിഅ്റു അരീസിന്റെ ചരിത്രം, ഈ ഖുബാ പള്ളിയുടെ മുറ്റത്താണ് ഇതുള്ളത്. അന്ന ഖാതമൻ നബി കാന ഫി യദി അബൂബക്കർ, പ്രവാചകന്റെ മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിരലിലായിരുന്നു ഉണ്ടായത്. സുമ്മ ഫി യദി ഉമർ, പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ വിരലിലായിരുന്നു ഉണ്ടായത്. സുമ്മ ഫി യദി ഉസ്മാൻ, പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വിരലിലായിരുന്നു ഉണ്ടായത്. ഹത്താ വഖഅ മിൻ ഉസ്മാന ഫി ബിഅ്ർ അരീസ്. അങ്ങനെ ബിഅ്ർ അരീസിൽ, ഖുബാ പള്ളിയുടെ മുറ്റത്തുള്ള ബിഅ്ർ അരീസിൽ ഇത് വീണു പോയപ്പോഴോ ഫൽതമസ സലാസത അയ്യാമിൻ ഫലം യൂജദ്, 3 ദിവസം അവർ തുടർച്ചയായി തിരഞ്ഞു, പിന്നെ അത് കണ്ടില്ല. അപ്പോഴോ അവരെന്ത് ചെയ്തു? ആ കിണർ മൂടി. ഒരുപാട് പാടവിടുന്ന് കിട്ടും. ഈ ബിഅ്ർ അരീസിന്റെ അടുത്ത് പോയി നിന്ന് ഈ ചരിത്രം നിങ്ങൾ കേട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ചരിത്രത്തിന്റെ കൂടെ വന്ന മനസ്സിലെ ബാക്കി കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഒഴിവാക്കിയിട്ടാൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളിൽ ഒരുപാട് കാര്യത്തിന് അസ്ല് കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾക്ക് മഹത്വമുണ്ട്, ഒരു സംശയമല്ല. പ്രവാചകന്റെ മുതിരം ഇതുപോലത്തെ സാധനങ്ങൾക്ക് തലച്ചോറിന്റെ ഉള്ളിൽ ദഹിക്കണില്ലെങ്കിലും അതിന് മഹത്വമുണ്ട്. പക്ഷേ അത് പിൻതലമുറക്ക് വേണ്ടി ഒന്നുപോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രമോ മുതിരമോ ഒന്നും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് സംരക്ഷിക്കേണ്ടതായിരുന്നുവെങ്കിൽ 3 ദിവസം തെരഞ്ഞു നിർത്തൂല, കിട്ടുന്നത് വരെ തരും. അത്രേ അവരതിന് കണ്ടിട്ടുള്ളൂ. അതിനുണ്ട് എന്ന് പറയുന്ന മഹത്വം അംഗീകരിക്കുന്നതിലൂടെ പ്രവാചകന്റെ മൂത്രത്തിനും മലത്തിനൊന്നുമില്ല. പ്രവാചകൻ ഉണ്ട് എന്ന് പറയുന്ന മഹത്വം ഏത് യുക്തിവാദിയുടെ മുന്നിലും പറഞ്ഞു നിൽക്കാൻ പറ്റണതുള്ളൂ. ഏതെങ്കിലും ആൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പറയാൻ പോകാതിരുന്നാൽ മതി. പക്ഷേ അത് പിൻതലമുറയിലേക്കൊന്നുമില്ല. ഇനി പ്രവാചകന്റെ ഉമനീരിൽ മഹത്വം കണ്ടവര് സിദ്ദീഖ് റളിയല്ലാഹു ഉമനീരിൽ മഹത്വം കണ്ടിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ സ്വഹാബത്തിന്റെ ആരിലും കണ്ടിട്ടില്ല. അപ്പൊ പ്രവാചകനും സ്വഹാബത്തും ഖുർആനും പറഞ്ഞു കൊടുത്ത് നിൽക്കാൻ പഠിക്കണം. ഇനി എന്തേ അതവിടെ മണ്ണിട്ട് മൂടിയത്? അതിന് മഹത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രത്യേകമായ തബറുക്കിന്റെ ഇടമാക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങളവിടെ ചെന്നോക്ക്, എന്തെങ്കിലും തബറുക്കിന്റെ അടയാളം അവിടെ കാണോ? ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വിഷയങ്ങൾ നന്നായി പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ഓർക്കുന്ന ദിവസങ്ങളിലൂടെയാണ് പോകുന്നത്. അയ്യാമു തശ്രീഖിലൂടെയാണ് പോകുന്നത്. നാളെ താസർ വരെ മഹത്തരമായ സമയമാണ്. തക്ബീറുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇബ്രാഹിം നബിയുടെ പേരിൽ ഈദ് ആഘോഷിക്കുകയും എന്നിട്ട് നല്ല പുത്തനുടുപ്പൊക്കെ ധരിച്ച് അത്രം പുരട്ടി പോവുകയും പലപ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാവാചകം അത് ഫ്രെയിം ചെയ്യപ്പെട്ട ചുമരിലെ ഒരു കാലിഗ്രാഫിയുടെ അക്ഷരങ്ങളായി മാറുകയും ചെയ്യുന്നിടത്തു നിന്ന് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ആലോചനകൾക്ക് ഇടം ലഭിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിലെ ചില ഇടങ്ങൾ അവർ ഹജ്ജിൽ അവിടെ ഇടപെടുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ടും ഉംറയുമായി ബന്ധപ്പെട്ടും മദീനയും മക്കയൊക്കെ ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ ഓരോന്നും പഠിക്കുന്നിടത്ത് നമുക്ക് ഓരോ മഹത്വങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും ചരിത്ര പ്രാധാന്യമുള്ള എല്ലാ സ്ഥലവും തബറുക്ക് എടുക്കേണ്ട സ്ഥലമല്ല. അപ്പോൾ മസ്ജിദുൽ ഖിബിലത്തൈൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മസ്ജിദുൽ ഒരേ വക്ത് 2 മദീനയിലെ പള്ളിയാണ്. ഒരേ വക്ത് 2 ഖിബിലയിലേക്ക് നിസ്കരിച്ച്
ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു തുടങ്ങി, പിന്നെന്ത് ചെയ്തു? നേരെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു. എന്താ കാര്യം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവർ തിരിയുമ്പോൾ, ശരിക്കും കേട്ടോളി, അവർക്ക് ആർക്കും അറിയില്ല കഅബാലയത്തിലേക്ക് തിരിയാനുള്ള ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ വലനുവല്ലിയന്നക ഖിബ്ലതൻ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം അവസാനിക്കണ ആയത്ത്. നീ ഇനി മുതൽ എന്ത് ചെയ്തോ? കഅബാലയത്തിലേക്ക് തിരിഞ്ഞോളൂ. അവിടെ നമ്മൾ കാണണം, നബിക്കുള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഈ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാനുള്ള ആഗ്രഹമുണ്ട്. നബി സ്വന്തം ഇഷ്ടപ്രകാരം നടപ്പിലാക്കണില്ല, ആയത്ത് ഇറങ്ങണത് വരെ കാത്തുന്നു. അതാ പറഞ്ഞ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതല്ലേ പുണ്യല്ലേ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റൂല. നേരെ എന്ത് ചെയ്തു? ആയത്തിറങ്ങിയപ്പോൾ അവരവിടേക്ക് നിസ്കരിച്ചു. ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പോണ ചില ആൾക്കാർ ഈ പള്ളിയിൽ, പ്രവാചകൻ തന്നെ ഉണ്ടാക്കിയ ഈ പള്ളിയിൽ ആളുകൾ അങ്ങോട്ട് നിസ്കരിക്കുന്നുണ്ടപ്പോൾ അവിടെ പോയിട്ട് ഉറക്കനെ ആയത്തോതി. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ആയത്ത് കേട്ടതും ഇമാമ നേരെ ആണ് തിരിഞ്ഞു. എങ്ങോട്ട്? കഅബാലയത്തിലേക്ക്. അതാണ്, അവർക്ക് തെളിവ് കിട്ടിയാൽ മതി. വാപ്പാന്റെ ഒന്നും വിഷയമല്ല. അതാണ് മസ്ജിദുൽ ഖിബ്ലത്തെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിസ്കാരം നടന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും മഹത്വമുണ്ടോ? ഒരു മഹത്വമല്ല. അവിടെ ചരിത്രമാണ്, ഓർമ്മയാണ്, തിരുത്താണ്, പാഠമുണ്ട്. അതാ നിലക്ക് നമ്മൾ കാര്യങ്ങൾ എടുത്ത് പഠിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ.